വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം പോയ്സൺ എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് ഒരു ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. അതായത് ഹാംഫുൾ ഇഫക്റ്റ് മാത്രമേ ഒരു വൈറസ് സെല്ലിൻ്റെ ഉള്ളിൽ കടന്നാൽ ഉണ്ടാവുകയുള്ളൂ. വൈറസ് ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സെല്ലിൻ്റെ മോളിക്കുലാർ മെഷീനറി യൂസ് ചെയ്ത് വൈറസിൻ്റെ പാർട്ടിക്കിൾസ് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് റിലീസ് ചെയ്യാനായിട്ട് ഹോസ്റ്റ് സെല്ലിനെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണെന്നും ഹാംഫുൾ എഫക്റ്റ് മാത്രമേ വൈറസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈറസ് എന്ന പോയ്സൺ എന്ന് മീനിങ് വരുന്ന വൈറസ് എന്നൊരു പേര് ഈ ഒരു ഓർഗാനിസത്തിന് കൊടുത്തിട്ടുള്ളത്. മൈക്രോബയോളജിയിൽ വൈറസിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്തിന് പറയുന്നത് വൈറോളജി എന്നാണ്. വൈറസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ എക്സ്ട്രീംലി സിമ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അതിനൊരു പ്രോട്ടീൻ കോട്ടും ജെനറ്റിക് മെറ്റീരിയലും മാത്രമേ ഉള്ളൂ. ബാക്കി സെല്ല് കാണുന്ന പോലെയുള്ളൊരു സെൽ സ്ട്രക്ചറൊന്നും വൈറസിനില്ല. ആൻഡ് ദേ ആർ അൾട്രാ മൈക്രോസ്കോപ്പിക്. സാധാരണ ഒരു മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലൊന്നും വൈറസിന് കാണില്ല. കാരണം അതിൻ്റെ സൈസ് വളരെ കുറവാണ്. സ്മോളസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണ്. സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 to 12 നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁷ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, വളരെ ചെറുതാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണില്ല എന്ന് മാത്രമല്ല, സാധാരണ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് വൈറസിനെ കാണാൻ സാധിക്കില്ല. ലാർജസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് മിമി വൈറസ് ആണ്. അതിൻ്റെ സൈസ് 700 നാനോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അൾട്രാ മൈക്രോസ്കോപ്പിക് എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ സബ് സെല്ലുലാർ ഓർഗാനിസം. സബ് സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയാൻ കാരണം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ദേ ലാക്ക് പ്രോട്ടോപ്ലാസം, സെൽ ഓർഗനൽസ് ആൻഡ് മോളിക്കുലാർ മെഷീനറീസ്. സാധാരണ ലിവിങ് സെല്ലിൽ കാണുന്ന ഒരു ക്യാരക്ടേഴ്സും വൈറസിനില്ല. അതുകൊണ്ട് തന്നെ അതിനെ നോൺ ലിവിങ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദ ഫോംഡ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ജെനറ്റിക് മെറ്റീരിയൽ. ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് RNA DNA ആവാം. അതിന് കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇത് രണ്ടും ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ക്യാരക്ടറാണ്. ഇനി ജെനറ്റിക് മെറ്റീരിയൽ DNA ആവാം, RNA ആവാം. അത് സിംഗിൾ സ്ട്രാൻഡഡോ ഡബിൾ സ്ട്രാൻഡഡോ ആയിരിക്കാം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ആൻഡ് ദ വൈറസ് ആർ ഹോസ്റ്റ് സ്പെസിഫിക് എന്ന് വെച്ചാൽ എല്ലാ വൈറസും എല്ലാ ഓർഗാനിസത്തിനും ഇൻഫെക്റ്റ് ചെയ്യില്ല. ബാക്ടീരിയനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളുണ്ട്, പ്രോട്ടിസ്റ്റിനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്നത് പോലെ ഫംഗൈ, പ്ലാന്റ്, ആനിമൽ, അങ്ങനെ ഓരോ ഓർഗാനിസത്തിനും ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ സ്പെസിഫിക് ആണ്. ദി മൾട്ടിപ്ലൈ ഓൺലി ഇൻ ലിവിങ് സെൽ. അപ്പം ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി മൈക്രോബിനെ കൾച്ചർ ചെയ്യുന്ന പോലെ ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ സാധിക്കില്ല. റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം അത് ബാക്ടീരിയയിൽ കാണുന്ന പോലെ ഫിഷൻ അല്ല. അതല്ലാതെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്ന് പ്രോട്ടീൻ കോട്ട് പ്രിപ്പയർ ചെയ്ത് ന്യൂമറസ് വൈറൽ പാർട്ടിക്കിൾ ഒരു വൈറസിൽ നിന്ന് തന്നെ ഫോം ചെയ്യും. ലൈഫ് സൈക്കിളിൽ 2 ടൈപ്പാണുള്ളത്, ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. വൈറസ് ക്യാൻ ഓൺലി റെപ്ലിക്കേറ്റ് ബട്ട് കനോട്ട് ഗ്രോ. ഈ റെപ്ലിക്കേറ്റ് ചെയ്യും, വൈറസ് പാർട്ടിക്കിൾ മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷെ അതിൻ്റെ സൈസ് കൂടില്ല. സൈസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എഗെയിൻ വൈറസിനെ നോൺ ലിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണിത്. വൈറസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ ബൈ മെക്കാനിക്കൽ മീൻസ് ഓർ ബൈ ബയോളജിക്കൽ വെക്റ്റേഴ്സ്. അപ്പം ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് വൈറസിന് തനിയെ പോകാൻ സാധിക്കില്ല. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡ് വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, അതിനെ നമ്മൾ ഏതെങ്കിലും നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൈഫിലേക്ക്, ആ കത്തിയിലേക്ക് ഈ വൈറസ് പാർട്ടികൾ അറ്റാച്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതേ കത്തി നമ്മൾ സാനിറ്റൈസ് ചെയ്യാതെ മറ്റൊരു ഹെൽത്തി പ്ലാന്റ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കത്തിയിൽ നിന്ന് ആ വൈറസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവും. അതാണ് മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ബയോളജിക്കൽ വെക്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രാണികൾ പ്ലാന്റ് സാപ്പ് ഭക്ഷിക്കാറുണ്ട്, അതായത് ഈ എഫിഡ്സൊക്കെ. അപ്പം വൈറസ് ഇൻഫെക്റ്റഡ് ആയൊരു പ്ലാന്റിൽ നിന്ന് പ്ലാന്റ് സാപ്പ്
അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അത് പ്രാണിയിലേക്ക് വൈറസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റിന് ചെന്ന് ആ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റിൻ്റെ പ്ലാന്റ് സാപ്പ് ഭക്ഷിക്കാൻ നോക്കുമ്പോൾ ഈ എഫിഡിൽ നിന്ന് വൈറസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലേക്ക് പോവും. അപ്പം അതാണ് ബയോളജിക്കൽ വെക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ്. വൈറസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദയർ ജീനോമിക് കണ്ടൻറ്റ്. ജെനറ്റിക് മെറ്റീരിയൽ ഏതാണെന്നത് അനുസരിച്ചിട്ട് വൈറസിനെ നമുക്ക് DNA വൈറസും RNA വൈറസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. DNA വൈറസ് എന്ന് പറയുമ്പം അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ്. RNA വൈറസ് എന്ന് പറയുമ്പം അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഇനി എഗെയിൻ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് അനുസരിച്ച് ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ സ്ട്രാൻഡ് DNA വൈറസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ അഡിനോ വൈറസ്. സിംഗിൾ സ്ട്രാൻഡ് DNA ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് DNA വൈറസ് എന്ന് പറയും. എക്സാമ്പിൾ പാർവോ വൈറസ്. ഇതേപോലെ തന്നെ RNAയിലും 2 ടൈപ്പ് RNA വൈറസ് ആണ് ഉള്ളത്. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA വൈറസ് ഉണ്ട്. എക്സാമ്പിൾ റിയോ വൈറസ്. സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA വൈറസ് ഉണ്ട്. എക്സാമ്പിൾ പോളിയോ വൈറസ്. ഇനി രണ്ടാമത്തത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദെയർ ഹോസ്റ്റ്. ഏത് ഓർഗാനിസത്തിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് വൈറസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്ലാന്റ് വൈറസ്, ആനിമൽ വൈറസ് ആൻഡ് ബാക്ടീരിയൽ വൈറസ്. ഫസ്റ്റ് വൺ പ്ലാന്റ് വൈറസ്. പ്ലാന്റ് വൈറസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയർ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് റോഡ്സ് ആണ്. റിജിഡ് ആയിരിക്കും. റിജിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവില്ല. ഇപ്പം നമ്മളൊരു പെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിജിഡാണ് അല്ലേ. അപ്പം അതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെയുള്ള പാർട്ടിക്കിനാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ജീനോം. ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആണ്. എക്സാമ്പിൾ ഫോർ പ്ലാന്റ് വൈറസ് ഇസ് ടുബാക്കോ മൊസൈക്ക് വൈറസ്. രണ്ടാമത് ആനിമൽ വൈറസ്. ആനിമൽ വൈറസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. ആനിമൽ വൈറസ് എന്ന് പറയുമ്പം 4 ടൈപ്പ് ന്യൂക്ലിക് ആസിഡും കാണാൻ സാധിക്കും. സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA, അതേപോലെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA. എക്സാമ്പിൾ ഇൻഫ്ലുവൻസ വൈറസ്. മൂന്നാമത്തത് ബാക്ടീരിയൽ വൈറസ്. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ജെനറ്റിക് മെറ്റീരിയൽ DNA ആയിരിക്കും. എക്സാമ്പിൾ T4 ഫേജ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ.